നമസ്കാരം കൂട്ടുകാരെ, നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചിക്കൻ പരട്ട് വെച്ച് നോക്കിയാലോ. ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞു വരണം. തക്കാളി സോർട്ട് ചെയ്തെടുക്കുക. ഈ തരത്തിൽ ചിക്കൻ പരട്ട് തയ്യാറാക്കിയാൽ ഏറെ നല്ല രുചിയാണ്. കുട്ടികളും വലിയവരും എല്ലാവരും പാത്രം പെട്ടെന്ന് തന്നെ കാലിയാക്കും. ഇതിലേക്ക് 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം. തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, നന്നായി മുരിയട്ടെ. ഒരു 5 ഏലക്ക തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏലക്ക എപ്പോഴും ഒന്നുകിൽ കഴുകി ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുക. ഏലക്കത്തൊലിയിൽ എന്തായാലും വിഷാംശം കാണും. കയ്യിലുപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കണം. കറുവപ്പട്ട ചെറുതായി പൊട്ടിച്ചിട്ടിടുക. ഇതെല്ലാം മുരിഞ്ഞു വരട്ടെ. 1/2 ടീസ്പൂൺ പെരുംജീരകം ഇതിൽ ചേർക്കാം. പെരുംജീരകം പൊട്ടി വന്നപ്പോൾ ഒരു 3-4 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇളക്കിയെടുക്കാം. തക്കാളിയും മസാലകളും എല്ലാം മൊരിഞ്ഞു വന്നു. തക്കാളിയുടെ ചുവപ്പും വേപ്പിലയുടെ പച്ചയും എല്ലാം കൂടി നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി മൂക്കട്ടെ. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് എരിവാണ്. 2 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളത് ഇട്ട് കൊടുക്കണം. തീ മീഡിയത്തിലേക്ക് ആക്കണം. മുളക് പൊടി കരിഞ്ഞു പോകരുതല്ലോ. നന്നായി ഇളക്കിക്കോളൂ. ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിൽ വറുത്തെടുക്കണം. ഓക്കെ, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി എല്ലാം കൂടി മൊരിച്ചെടുക്കണം. ഇപ്പോൾ വായിൽ വെള്ളമൂറുന്ന ഒരു പ്രത്യേക മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ 10 അല്ലികളും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും ഇതിനോടൊപ്പം ചേർത്ത് ഇടികല്ലിൽ ചതച്ചെടുത്തത് ഇതോടൊപ്പം ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് ഇളക്കണം. ഇപ്പോൾ ഈ മസാലക്കൂട്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എന്ത് നല്ല മണമാണെന്നറിയോ ഇപ്പോൾ വരുന്നത്. മസാലക്കൂട്ട് പാകമായി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5-1.25 കിലോ ചിക്കനുണ്ട് ഇത്. ഇളക്കി ചിക്കനിൽ മസാല യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ ആക്കിക്കോളൂ. മസാലക്കൂട്ട് ഇതോടൊപ്പം യോജിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതിൽ വ്യത്യസ്തമായ ഈ പ്രിപ്പറേഷനാണ് ഈ കറിക്ക് അസാധ്യമായ രുചി നൽകുന്നത്. സവാളയെല്ലാം ഇളക്കി ചിക്കനിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതോടൊപ്പം ചേർക്കണം. 2 പ്രാവശ്യമായി 2 തരത്തിൽ നമ്മൾ തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ മുരിച്ചെടുത്ത തക്കാളിയും പുഴുങ്ങിയെടുത്ത തക്കാളിയും നമ്മളിതിൽ ചേർക്കുന്നു. ചിക്കനിൽ തക്കാളിയും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 ടീസ്പൂൺ കല്ലുപ്പ് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കണം. കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പായാലും മതി, പക്ഷേ അതിനനുസരിച്ച് അളവിൽ കൂട്ടി കൊടുക്കണം. ഇതിലേക്ക് 1 സ്റ്റാർ തക്കോലം ചെറുതായി പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കയ്യിലുപയോഗിച്ച് നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ചോളൂ. ശരിയായി ബ്ലെൻഡായി വന്നാൽ
ചിക്കൻ്റെ രുചി 10 മടങ്ങ് വർദ്ധിക്കും. ഈ കറിയിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു വരണം. ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കണം. ചിക്കനിൽ നിന്നും കുറേശ്ശെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലും അധികമായൊന്നും ചാറ് ഇറങ്ങി വരില്ല. തീ ഫുള്ളാക്കി തന്നെ വെച്ചോളൂ. കണ്ടില്ലേ, ചിക്കൻ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനിയും ഒരു 10-15 മിനിറ്റ് കൂടി വേവിക്കട്ടെ. ഇപ്പോൾ ചിക്കൻ ഒന്നുകൂടി വേവായി. കുറച്ചു നേരം കൂടി മൂടി വെച്ച് വേവിക്കണം. വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഹായ്, നല്ല മണം. ഇനി ചാറ് മുഴുവൻ വറ്റിച്ചെടുക്കണം. കുറേശ്ശെയായി ചാറ് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. തീ വേണമെങ്കിൽ ഒരൽപ്പം കുറച്ച് വെച്ചോളൂ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ, അടിയിൽ പിടിക്കണ്ട. വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം ചാറ് വറ്റി തുടങ്ങി. നന്നായി തിളയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ വരുന്ന മണമില്ലേ, വേറെ ലെവലാണ്. ഇടയ്ക്കിടെ ഇളക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കണം. പോരായ്മയുള്ളതിനാൽ കുറച്ച് പൊടിയുപ്പ് തന്നെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചിക്കൻ്റെ ചാറൊക്കെ വറ്റി. കറി ഏകദേശം ശരിയായി വരുന്നുണ്ട്. കറിയുടെ രുചി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതോടൊപ്പം മുരിച്ച് ചേർക്കേണ്ടതുണ്ട്. കറിയുടെ ഒറിജിനൽ കളറാണ് നിങ്ങൾ കാണുന്നത്. കളർ കൂട്ടിവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ചിക്കൻ കറി വെച്ചാൽ ചിക്കൻ കറി ഇത്രയും രുചികരമാക്കാമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളുടെ അടുത്ത ചിക്കൻ കറി വെപ്പ് ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർത്തെടുക്കാം. ചിക്കൻ നന്നായി ഇളക്കി എടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നും വെളിച്ചെണ്ണ ഊറി വരുന്നുണ്ടാകും. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയാണ് ചിക്കൻ മൊരിഞ്ഞു വന്നപ്പോൾ പുറത്തു വരുന്നത്. ഉരുളിയുടെ നടുക്ക് ചിക്കൻ മാറ്റി ഒരു സ്ഥലമുണ്ടാക്കി കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഊറി വരും. ഈ വെളിച്ചെണ്ണയിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. ഇനി ഗരം മസാല അവിടെ വെച്ച് തന്നെ അതേ വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുക്കണം. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ കാണുന്ന പോലെ പതുക്കെ ഇളക്കി മൊരിച്ചെടുത്താൽ മതി. ഗരം മസാല കൃത്യമായ പാകത്തിൽ വറുത്തെടുക്കണം. മണം കൊണ്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാം. കരിയുമോ എന്ന സംശയമുണ്ടെങ്കിൽ തീ ഒരൽപ്പം കുറച്ച് വയ്ക്കാം. ഗരം മസാല മൊരിഞ്ഞാൽ നമുക്ക് ചിക്കനോടൊപ്പം ഇത് പതിയെ ഇളക്കി ചേർത്തെടുക്കാം. നല്ലപോലെ ഇളക്കി ചിക്കനിൽ മസാല യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് മണം കേട്ടു തുടങ്ങിയാൽ നാം തനിയെ ഇതിൽ നിന്നും എടുത്ത് കഴിച്ചു തുടങ്ങും. ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞു വരട്ടെ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഈ കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അടുത്ത ചിക്കൻ കറി ഇതുപോലെ ചിക്കൻ വരട്ട ആയിക്കോട്ടെ. നിങ്ങളായിരിക്കും കുടുംബത്തിലെ സ്റ്റാർ.
ഈ അവസരം വിട്ടുകളയല്ലേ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എന്തായാലും ചിക്കൻ പെരട്ട് തയ്യാറായി കഴിഞ്ഞു. ചോറുണ്ണുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ച് കുറച്ച് കഴിച്ചു നോക്കിയോളൂ. കറി എന്തായാലും പോരാണ്ട് വരും. ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 3-3.5 കിലോ കോഴി വാങ്ങുക. അതിൽ നിന്നും 1.5 കിലോയോളം എടുത്ത് ഇത് തയ്യാറാക്കി വയ്ക്കുക. ബാക്കി പിറ്റേ ദിവസമോ വേറെ എന്തെങ്കിലും ചെയ്യുക. ഓരോ ദിവസവും ഓരോരുത്തരുടെ ചിക്കൻ പെരട്ട് ആയിക്കോട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അതീവ രുചികരമായ പാചക വിധികളോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.